മധുരനിലാനുണഞ്ഞാലോ മരിക്കാനും കൊതിച്ചിടും ഞാൻ എത്ര തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അറിയോ? സഹിക്കാൻ ഒറ്റ ഇങ്ങനെ സഹിക്കാൻ പറ്റത്തോണ്ട് മക്കളെ ഒത്തിരി പിടിച്ചത്. ഇതിപ്പോ എല്ലാം കൂടി ഒരുമിച്ചാ വന്നത്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഒരു മക്കയിലേക്ക് ഉംറക്ക് പോകുന്ന ഒരു തീർത്ഥാടക സംഘം ബസ് അപകടത്തിൽപ്പെട്ടിട്ട് 2 പേര് മരണപ്പെട്ടു. അതിലൊരു ഉംറയുടെ അമീർ ഉണ്ടായിരുന്നു, ഇസ്മായിൽ നിസാമി എന്ന് പേരിട്ടുള്ള നിലമ്പൂർ ഭാഗത്തുള്ളൊരു ഉസ്താദ്. ആ ഉസ്താദ് ഒരു വീഡിയോ ഞാൻ കണ്ടു. ഉംറക്ക് പോകുന്ന തീർത്ഥാടകർക്ക് പാടിക്കൊടുക്കുന്ന ഹബീബായ നബിയെ സ്വലാത്ത് ചൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗാനം. ആ ഗാനം റബ്ബേ, ആ ഗാനം പാടുന്ന ആ ഒരു മനുഷ്യൻ ഇന്ന് ഭൂമിയിൽ ജീവനോടെ ഇല്ല എന്നുള്ളൊരു അറിവ് വല്ലാത്തൊരു സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ച. മറന്നിടും മധുരനിലാനുണഞ്ഞാലോ മരിക്കാനും കൊതിച്ചിടും സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് ഹറാ ഗുംബദ് ജോ देखोगे ज़माना भूल जाओगे अगर तौबा को जाओगे तो आना भूल जाओगे सलातुल्लाह सलामुल्लाह अला त्वाहा रसूलिल्लाह सलातुल्लाह सलामुल्लाह अला यासीन हबीबिल्लाह. ഞാൻ അങ്ങനെ കുറേ നേരം ഈ പാട്ട് ഇങ്ങനെ കേട്ട് നിന്നു. ആ ഒരു നിമിഷം ആ മനുഷ്യന് അറിവുണ്ടാവും, റബ്ബേ ഇനി അടുത്തൊരു റമദാനിൽ ഞാൻ ഉണ്ടാവില്ല എന്നുള്ളത്. നമ്മുടെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറടക്കമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിലും താഴെ ഷെയർ ചെയ്യാം. എന്തായാലും മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധ്യത ഇല്ല. അത് എന്തായാലും മനുഷ്യൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. നമുക്കറിഞ്ഞൂടെ നമുക്ക് തൊട്ടടുത്തൊരു നിമിഷം എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ആ ബസ്സിൽ വെച്ചിട്ട് അതിമനോഹരമായിട്ട് റസൂലുള്ളാഹിനെ കുറിച്ച് പാടിക്കൊടുക്കുന്നു, ആളുകളെ കൊണ്ട് പാടിപ്പിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പിന്നെ രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, നമ്മളൊരു കാസർഗോഡ് ഭാഗത്ത് ജസീല എന്ന പേരുള്ള ഒരു സ്ത്രീ ഈ മോഷണാരോപണം നടത്തിയിട്ടൊരു മരണപ്പെട്ട സംഭവം പറഞ്ഞല്ലോ. അപ്പോൾ ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ട് അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയുള്ള സമരങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആക്ഷൻ കമ്മിറ്റി പറയുന്നൊരു കാര്യം, ഇവർ സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിലൊക്കെ ഇവർ അനുഭവിച്ച വേദനകളൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു 9.5 പവൻ സ്വർണ്ണം തന്നെ പോയിക്കണമെന്ന് എനിക്ക് സംശയമാണ്. എന്തായാലും ആ ഒരു യുവതിയുടെ ഏറ്റവും പുറത്തു വന്ന ഒടുവിൽ വന്ന ഒരു ശബ്ദ സന്ദേശം, വീഡിയോ അല്ല കേട്ടോ, വീഡിയോ എല്ലാവരും കണ്ടിരുന്നതാണ്. ആ സ്ത്രീ മരണപ്പെടുന്നതിന് മുൻപ് റെക്കോർഡ് ചെയ്തൊരു വീഡിയോ. ഇതൊരു ശബ്ദ സന്ദേശം ഒന്ന് കേട്ടോക്ക്. പിന്നെ ഒരു കള്ളി നല്ല പറഞ്ഞ ഭയങ്കര ബേജാറല്ലേടാ. അത് ചെയ്തതൊക്കെ പിന്നെയും ചെയ്യാം. ആ പൊരയിൽ പൊന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പിന്നല്ലേ ഞാൻ എടുക്കുന്നത്. ഞാൻ എത്ര തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു അറിയോ? സഹിക്കാൻ ഒറ്റ ഇങ്ങനെ സഹിക്കാൻ പറ്റത്തോണ്ട് മക്കളെ ഒത്തിരി പിടിച്ചത്. ഇതിപ്പോ എല്ലാം കൂടി ഒരുമിച്ചാ വന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണം. ആ ഭർത്താവിനെതിരെയൊക്കെയാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. കുട്ടിയുടെ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തി അഫ്രീദ് എന്നാണ് പേര്. അവനും അതേപോലെ ഈ കുട്ടിയുടെ ഈ അഫ്രീദിൻ്റെ ഉമ്മ വീട്ടുകാർ, അതേപോലെ ഈ കുട്ടിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ, ഇവരൊക്കെ ചേർന്നാണ് ഈ കുട്ടിയെ മാനസികമായിട്ട് നല്ലോണം തളർത്തിയത്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിച്ച് ഈ കുട്ടിയോട് ഇത് ഡിവോഴ്സ് ചെയ്യും, അതേപോലെ കുട്ടികളുടെ കാര്യത്തിൽ സംശയമുണ്ട്, DNA ടെസ്റ്റ് ചെയ്യണം എന്നുള്ള രൂപത്തിലൊക്കെ ഒരുപാട് ഷൗട്ട് ചെയ്യും, ഒരുപാട് ആ രീതിയിലാണ് സംസാരിച്ചത്. ഇപ്പോൾ ആവശ്യപ്പെടുന്ന എന്ത് കാര്യമാണ്? ഇതിൻ്റെ നല്ലൊരു ശക്തമായൊരു അന്വേഷണം നടത്തണം. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തണം എന്നുള്ള സംശയമുണ്ട് നമുക്ക്. യഥാർത്ഥ പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പറയാനുള്ളത്. ഗൂഢാലോചന ഉണ്ടെന്ന് തോന്നാൻ കാരണം എന്താണ്? ഏത് രീതിയിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് ആക്ഷൻ കമ്മിറ്റി കരുതുന്നത്? അതായത് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന്, ജസീലയുടെ കയ്യിൽ നിന്ന് ഒരു 2 പവനോളം സ്വർണം, അത് വിറ്റ് പൈസ അങ്ങനെ എന്തോ ഇവർ വാങ്ങിയിട്ടുണ്ട്. ഈ സുഹൃത്ത് എന്ന് പറയുന്നത് എന്തോ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്.
പിന്നെ അതേപോലെ പിന്നെ സ്വർണം എടുത്തു എന്ന് പറയുന്നത് 9.5 പവൻ സ്വർണം മിസ്സായി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പരാതി കൊടുത്തത്. പിന്നീട് നമ്മൾ സ്റ്റേഷനിലൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ അത് 9 പവനല്ല, അതിലെന്തോ കുറവ് എന്നുള്ള രീതിയിലാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ സ്വർണം മിസ്സായിട്ടുണ്ടോ എന്നുള്ളത് തന്നെ നമുക്ക് സംശയമുണ്ട്. കള്ളക്കേസ് കൊടുക്കാതിരുന്നാണ് ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. അതായിരിക്കാം, ഒന്നുകിൽ കള്ളക്കേസ്, സ്വർണം മിസ്സായിട്ടുണ്ടാവൂല. ആ വീട്, ഈ അഫ്രീദിന്റെ വീട് കാര്യങ്ങൾ, അവരുടെ സാഹചര്യങ്ങളൊക്കെ കണ്ടാൽ അങ്ങനെ ഒരു 9.5 പവൻ അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാണ് നിങ്ങൾക്ക്. ഇനി അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ആ സ്വർണം ആരാണ് എടുത്തത് എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത. ചിലപ്പം ആ വീട്ടിൽ നിന്ന് തന്നെ ആരെങ്കിലും എടുത്തതായിരിക്കാം. അഫ്രീദിനെയും അഫ്രീദിന്റെ മാതാപിതാക്കളൊന്നും ഇതുവരെ പോലീസ് ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ല. അതേക്കുറിച്ച് ഞങ്ങൾ പിന്നെ അതിന്റെ പിന്നിലാണ് ഞങ്ങൾ പിന്നെ എന്താണ് സംഭവം എന്നുള്ളതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ പുറത്തു വരട്ടെ. കാരണം ആ ഒരു പെൺകുട്ടിയുടെ ഒരു മരണം വല്ലാത്തൊരു നോവുണ്ടാക്കി. ആ പെൺകുട്ടി ആ ഒരു 9.5 പവൻ സ്വർണ്ണാഭരണം മോഷ്ടിച്ചതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യത്തിലാണ്, ഈ ഒരു പെൺകുട്ടി പല കാരണങ്ങളാൽ സ്വന്തം വീട്ടിലായിരുന്നു താമസം ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഈ പെൺകുട്ടി പഠിക്കാൻ പോകുന്നുണ്ട്. ആ പഠിക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടായ ഒരു സൗഹൃദമാണ് ഈ ചങ്ങാതി. ആ സൗഹൃദം മൂത്തിട്ട് ഇവർ രണ്ടുപേരും കൂടി ഫാൻസി കാർഡ് എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ സൗഹൃദത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് സ്വർണ്ണാഭരണം 2.5 പവൻ സ്വർണ്ണാഭരണം അവർക്ക് കൊടുക്കുന്നു. അത് തിരിച്ചു കൊടുക്കാതിരിക്കാനുള്ള ഐഡിയകളെ കുറിച്ചാണ് പിന്നീട് അവൻ ആലോചിക്കുന്നത്. പിന്നീട് ഇവൻ്റെ വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷന് ഇവളെ ക്ഷണിക്കേണ്ടായി. അങ്ങനെ ക്ഷണിച്ചിട്ട് അവൾ വന്നു. ആ വന്ന സമയത്ത് അവിടുന്ന് 9.5 പവൻ സ്വർണ്ണാഭരണം പോയി എന്നൊക്കെയാണ് പറയുന്നത്. അതിന് മുഴുവൻ പഴിയും ആരെ മേൽക്കിട്ടു? ജസീലയുടെ മേൽക്കിട്ടു. ഭർത്താവിൻ്റെ വീട്ടുകാരും എല്ലാവരും കൂടി ചേർന്നാണ് ആ വീട്ടിൽ വന്നിട്ട് ബഹളം ഉണ്ടാക്കി, അവളാകെ വഷളാക്കി. അപ്പോൾ ഈ വഷളാക്കിയ സംഭവം മാത്രമല്ല മരണത്തിന് കാരണം. സ്വന്തം ഭർത്താവ് പോലും കൈവിട്ടു. ഭർത്താവ് ഇനി നീ DNA ടെസ്റ്റ് നടത്തണം, മക്കൾ പോലും ഇൻ്റെതല്ല, ഈ കണ്ണി കണ്ടവരെ കൂടെ കറങ്ങി നടന്ന ഒരാളല്ലേ എന്നൊക്കെ പറയുന്നൊരു സാഹചര്യം എത്തി. ആ പറയുന്നൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പോരെ. ഓരോ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നിങ്ങൾ പഠിക്കാൻ പോവേ, ജോലിക്ക് പോവേ, അവിടെ നിന്നും സൗഹൃദം ഉണ്ടാക്കിയിട്ട് കണ്ണി കണ്ടവർ പിന്നാലെ നടക്കല്ലേ. നടന്നു കഴിഞ്ഞാൽ ഗൾഫിലുള്ള ഭർത്താവിന് ഇത് അറിയുമ്പോൾ അദ്ദേഹം ഏതൊരു ഭർത്താവും പറയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ, അല്ലെങ്കിൽ ആരെയും രക്ഷിച്ചെടുക്കുകയല്ല. ഗൾഫിലുള്ള ഭർത്താവിന് അറിയണം ഭാര്യ അയാളുടെ കൂടെ പോയി ഇയാളുടെ കൂടെ പോയി എന്ന് പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് സത്യം അങ്ങനെ അപ്പടെ വിശ്വസിക്കൂല. ചില ആളുകളൊക്കെ ആരോപണങ്ങളുടെ പിന്നാലെ പോകും. എന്തായാലും ആ ഭർത്താവ് കൂടെ നിന്നില്ല എന്നുള്ളതാണ് ഏറെ വേദനാജനകം. അതോടെയാണ് ഈ പെൺകുട്ടി ജീവൻ ഒടുക്കേണ്ടി വന്നത്. ഇൻഷാ അല്ലാഹ് അതോടൊപ്പം വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. പൊന്നാനിലുള്ള CVA കുട്ടി എന്ന് പറയുന്ന കുട്ടിക്കാന്ന് പറയും. ആ കുട്ടിക്കാന്ന് പറയുന്ന ഒരാൾ ഇന്നലെ രാത്രി മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ഈ റമദാൻ്റെ ബർക്കത്ത് കൊണ്ട് സ്വർഗം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത് പറയാൻ കാരണം CVA കുട്ടിക്ക് എൻ്റെ ആരുമല്ല, പക്ഷേ ആ മനുഷ്യൻ, ഞാൻ സ്കോളാർ കോളേജിൽ അധ്യാപകനായിരിക്കെ, പൊന്നാനിയിൽ അധ്യാപകനായിരിക്കെ, അതിൻ്റെ തൊട്ടടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട്, ഷാദി മഹൽ ഓഡിറ്റോറിയം. ഇന്നത് ഷാദി മഹലല്ല, എന്നൊരു ഹോസ്പിറ്റലാണ്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ കെയർ ടേക്കർ ആയിരുന്നു മൂപ്പര്. അങ്ങനെ മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് വിടുമ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ ജോലി എവിടെയാണ്? അപ്പോൾ സ്കോളാറിൽ നിന്ന് ഇറങ്ങിയ തൊട്ടടുത്ത് തന്നെയാണ് ഷാദി മഹൽ. എനിക്ക് പോകേണ്ടത് ഇങ്ങോട്ട് എടപ്പാൾ ഭാഗത്തേക്കാണ്, ഷാദി മഹൽ അങ്ങോട്ട് പൊന്നാനി ഭാഗത്തേക്കാണ്. ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ പരസ്പര സ്നേഹമുണ്ട്, ബന്ധമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. പലതവണ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഷാദി മഹൽ വരെ ഒന്ന് വരും, വന്നിട്ടൊന്നും നിങ്ങൾ എന്നെ നേരിൽ കാണും. അത്രയും നമ്മുടെ അന്ന് ഞാൻ യൂട്യൂബ് ചാനലൊന്നുമില്ല, പത്രങ്ങൾ വാർത്ത എഴുതുന്ന കാലത്തിൻ്റെ വാർത്തയെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അങ്ങനെ ഒരിക്കൽ പോലും കാണാൻ കഴിഞ്ഞില്ല, നീട്ടിവെച്ചു. പിന്നെ കാണാം. അങ്ങനെ മൂപ്പര് പിന്നെ അതൊക്കെ ഒഴിവാക്കി. ഷാദി മഹലേ ഇല്ലാതായി, അതൊരു ഹോസ്പിറ്റലായി. അങ്ങനെ തീരെ വയ്യാതായിട്ട് പോലും പലതവണ എന്നെ വിളിക്കണ്ടായി, വീട്ടിലേക്കൊന്ന് വരുമോ, എനിക്ക് അങ്ങോട്ട് വന്ന് കാണാൻ പറ്റായിട്ടാണ്, നിങ്ങളൊന്ന് കാണുന്ന ഒരാഗ്രഹമുണ്ട്. പക്ഷേ എന്തോ എനിക്കതിന് കഴിഞ്ഞില്ല. കഴിഞ്ഞ ജനുവരിയിൽ എനിക്കൊരു വേൾഡ് റെക്കോർഡ് നേടി. ഒരു കയറൊന്നാകട്ട് കെട്ടിയിട്ടിട്ട് എന്ന് രക്ഷപ്പെടുന്ന സെക്കൻഡുകൾക്കുള്ളിൽ രക്ഷപ്പെടുന്നതിലാണ് എനിക്കൊരു വേൾഡ് റെക്കോർഡ് നേടി. ആ റെക്കോർഡ് നേടിയ പത്രവാർത്തയുടെ ഫോട്ടോ ഇട്ടിട്ട് CVA കുട്ടിക്ക് എഴുതിയൊരു വാക്ക്, പ്രിയപ്പെട്ട ഫക്രുദ്ദീൻ മാസ്റ്റർക്ക് ഹൃദയം നിറഞ്ഞ സ്നേഹാഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും അദ്ദേഹം എഴുതിയതാണ്, ഞാൻ നമ്മൾ തൊട്ടടുത്തുണ്ടായിട്ട് പോലും, നിങ്ങളെ ഷാദി മഹൽ ഉണ്ടായിട്ട് പോലും നിങ്ങളെന്നെ കാണാൻ വന്നില്ല. ഞാൻ വയ്യാതെ കിടക്കുമ്പോൾ എല്ലാവരും വന്നു, നിങ്ങളപ്പോഴും കാണാൻ വന്നില്ല. എന്നാലും എൻ്റെ പ്രിയപ്പെട്ട ഫക്രുദ്ദീൻ മാസ്റ്റർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ മൂപ്പരൊരു പോസ്റ്റൊക്കെ ഉണ്ടാക്കിയ ആ മനുഷ്യനാണ് ഇന്നലെ രാത്രി മരണപ്പെട്ടത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഈ വീഡിയോ കാണുന്ന 1000 പേരെങ്കിലും ഇത് കാണുമല്ലോ, കുറഞ്ഞത് നിങ്ങൾ 1000 പേരും ആ പൊന്നു മനുഷ്യർക്ക് വേണ്ടി ദുആ ചെയ്യുക. എന്നെക്കൊണ്ട് കൊടുക്കാവുന്ന ഒരു സമ്മാനം ഫാത്തിഹ സൂറത്ത് മാത്രമാണ്. കാരണം ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല, ഞാൻ ആ മനുഷ്യൻ്റെ വീട്ടിൽ പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് മരണപ്പെട്ടിട്ടാണ് ഞാൻ പിന്നെ ആ മനുഷ്യൻ്റെ വീട്ടിലേക്കൊന്ന് പോയത്. നിങ്ങളെല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട ആരോ ആണെന്നുള്ളൊരൊറ്റ ഉറപ്പിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഖബറിൽ അദ്ദേഹം അറിയണം,
അങ്ങനെ ഒരു ഫക്രുദ്ദീൻ മാസ്റ്ററെ പരിചയപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മുഖാന്തരം ഒരുപാട് പേരുടെ പ്രാർത്ഥന എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്, പോകാൻ കഴിയാത്തതിൻ്റെ ആ ഒരു വിഷമം ഇങ്ങനെ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഞാൻ പോകാത്തതിൻ്റെ ഒരു കുറ്റബോധം എനിക്ക് വല്ലാതെ ഉണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ പറ്റാതെ പോയതിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ ഒരു CBA കുട്ടിക്കാർക്ക് വേണ്ടി ദുആ ചെയ്യുക, അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ നമ്മൾ ഇന്നലെ ചോദ്യം ചോദിച്ചിരുന്നു, വിത്ർ നമസ്കാരത്തിൻ്റെ റക്കാത്തിൻ്റെ എണ്ണം 11 നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, റമദാനിലെ 10ാമത്തെ നോമ്പിനൊരു പ്രത്യേകത ഉണ്ട്. റമദാനിലെ 10ാമത്തെ നോമ്പിനൊരു പ്രത്യേകത ഉണ്ട്. അന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു വലിയ ഒരു ഉന്നതയായ ഒരു സ്ത്രീയുടെ വഫാത്ത് ദിനമാണ്. ആരുടെ വഫാത്ത് ദിനമാണ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ കുറച്ച് ക്ലൂ തരാം. പുന്നാര ഹബീബായ റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു. പുന്നാര ഹബീബായ റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു. അള്ളാഹു ഇങ്ങോട്ട് സലാം പറഞ്ഞയച്ച അത്രയും വലിയ മഹതിയായിരുന്നു ആ ഒരു സ്ത്രീരത്നം. നമ്മുടെ നാട്ടിലുള്ള ഒപ്പന എന്ന കലകളിൽ ആ ഒരു സ്ത്രീരത്നത്തെക്കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അവർക്കൊരു പേരുണ്ടായിരുന്നു, ത്വാഹിറ, വിശുദ്ധ എന്നായിരുന്നു അവരാളുകൾ വിളിച്ചിരുന്നത്. അവർ 3 കല്യാണം കഴിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആദ്യത്തെ കല്യാണം കഴിച്ചു, ഭർത്താവ് മരിച്ചു. രണ്ടാമതൊരു കല്യാണം കഴിച്ചു, ആ ഭർത്താവ് മരണപ്പെട്ടു. 3ാമതാണ് അവർ നല്ലൊരു പ്രായമായ സമയത്ത് ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട ഭാര്യയായിട്ട് മാറിയത്. ഹബീബായ നബിയുടെ മക്കളൊക്കെ ആ ഭാര്യയിലാണ് ഉണ്ടായത്. അതുമാത്രമല്ല, ഹബീബായ നബിയെ സാമ്പത്തികമായി സഹായിച്ചിരുന്ന ഒരാളായിരുന്നു. അന്നത്തെ കാലത്ത് വലിയൊരു ബിസിനസ്സുകാരി കൂടിയാണ്. ആ ഒരു മഹതിയായ സ്ത്രീയുടെ വഫാത്ത് ദിനമാണ് 10ാമത്തെ നോമ്പിൻ്റെ ദിവസം. അപ്പോൾ അത് ആരുടെ വഫാത്ത് ദിനമാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത്രയും ക്ലൂവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.